FC ബാഴ്സലോണ ഫാൻസ് ഇത് അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊരു ഹാട്രിക് അടിക്കാൻ, നമുക്കല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻസി ഫ്ലിക്കിന് ഒരു ഹാട്രിക് അടിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് റിയൽ മാഡ്രിഡ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തരാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നുള്ളത്. കാര്യമായിട്ട് തന്നെ പറയാം. പക്ഷേ എന്തായാലും കാര്യപരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ, യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഡോൺ കാർലോ കോച്ചായിരുന്നു ആരിൽ, റിയൽ മാഡ്രിഡിൽ. അപ്പോൾ ഹാൻസി ഫ്ലിക്ക് വന്നു, കാർലോയെ തട്ടി. ഇനി അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാബി അലോൺസോയെ കൊണ്ടുവന്നു. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും റയൽ മാഡ്രിഡിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പേടിപ്പിച്ചു. സാബി അലോൺസോയും തട്ടി. ആര്? ഹാൻസി ഫ്ലിക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല, ഈ പറയുന്ന പോലെ തന്നെ അൽബറോവയും കൊണ്ടുവന്നു. അവനെ ഇപ്പം ഈ അടുത്ത് തന്നെ തട്ടും. പക്ഷേ അങ്ങനെ തട്ടാനുള്ള അവസരം എന്തായാലും റയൽ മാഡ്രിഡ് എടുത്ത് കളഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് കേട്ടോ. എന്തായാലും ഈ സീസൺ അവസാനിക്കുന്നതുവരേക്കും കോച്ചിന് ഇനി എന്തൊക്കെ കഷ്ടകാലമാണെന്നുണ്ടെങ്കിലും മാറ്റില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കഷ്ടകാലം എന്ന് പറയാൻ ഇനി ലാലിഗ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അവിടെ ഇനി എന്ത് സംഭവിച്ചാലും സീസൺ അവസാനിക്കുന്നതുവരേക്കും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ റിയലിൽ സംബന്ധിച്ചിടത്തോളം ഏകദേശം വലിയൊരു മേക്ക് ഓവറിലേക്ക് മാറാനായിട്ട് അവർ പോവുകയാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് 2 വർഷം ലാലിഗ ഇല്ലാതിരിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. എൻ്റെ ഓർമ്മയിൽ 2007-8 8-9 സീസൺ മുതൽ 3 വർഷം FC ബാഴ്സലോണ അടുപ്പിച്ച് ലാലിഗ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 2003 മുതൽ 2006 വരേക്കും റിയൽ മാഡ്രിഡിന് ലാലിഗ ടൈറ്റിൽസ് ഒക്കെ ഇല്ലാവാതിരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ടോഫിലെസ് ആയിട്ടുള്ള സീസൺസും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പുതിയൊരു കാര്യമൊന്നുമല്ല. ചില ഫാൻസിന് ഇതൊക്കെ പുതിയതായിരിക്കും. കാരണം ഇവർ പറയുന്നത് 10 വർഷം ഇനി ട്രോഫി ഇല്ലാതിരുന്നാലും റയലിന് ഒന്നും സംഭവിക്കില്ല. ഒക്കെ ചുമ്മാ പറയണം. അതിൻ്റെ കാരണങ്ങളൊക്കെ ഇനി അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, ഞാൻ അപ്പം തരാം ബാക്കി. എന്നാലും ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ പെരസിൻ്റെ ചരിത്രത്തിൽ ഇതിപ്പോൾ ഒരു വലിയ മോശം സീസണായിട്ട് കൺസിഡർ ചെയ്യപ്പെടാൻ, ഈ മറ്റൊരു മോശം സീസണും കൂടെ കൺസിഡർ ചെയ്യപ്പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അടിമുടി റയലിനെ മാറ്റാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 8 താരങ്ങളെ തട്ടും എന്നുള്ള ന്യൂസൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും കാര്യമായ ഒരു സമ്മർ മാർക്കറ്റ് ആയിരിക്കും സത്യത്തിൽ സ്പാനിഷിൽ നടക്കാൻ പോകുന്നത്. അതായത് FC ബാഴ്സലോണയ്ക്കും ഈ പറയുന്ന പോലെ തന്നെ 1:1 റേഷ്യോ കാര്യങ്ങളെല്ലാം സെറ്റായി വന്ന് ബിഗ് സൈനിങ്ങിലേക്ക് പോകാൻ പറ്റുന്നൊരു സമയം കൂടെയാണ്. സോ അതുകൊണ്ട് തന്നെ റിയൽ മാഡ്രിഡിലാണെന്നുണ്ടെങ്കിലും FC ബാഴ്സലോണയിലാണെന്നുണ്ടെങ്കിലും വമ്പൻ സൈനിങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളൊരു റിയൽ മാഡ്രിഡ് ആരാധകനാണ്, അല്ല നിങ്ങളൊരു FC ബാഴ്സലോണ ആരാധകനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബിലേക്ക് ആര് വരണം എന്നാണ് ആഗ്രഹം എന്നുള്ളത് താഴെ കമൻറ്റ് കറൂ.